തിങ്കൾ ശനി ദിവസങ്ങളിൽ പഴം പച്ചക്കറി ഇനങ്ങളിൽ വമ്പൻ ഓഫർ. ഓഫറുകൾ നിങ്ങളിലേക്ക് എത്താൻ 7593871004 എന്ന നമ്പറിലേക്ക് ഓഫർ എന്ന് ടൈപ്പ് ചെയ്ത് വിടൂ. പട്ടാമ്പിയിൽ വിദ്യാർത്ഥികൾക്കായി നടത്തി വന്നിരുന്ന ഫ്രീ എൻട്രൻസ് സെറ്റ് ശ്രദ്ധാ ക്ലാസുകൾക്ക് സമാപനമായി. മോഡൽ പരീക്ഷയോടുകൂടിയാണ് ക്ലാസുകൾ സമാപിച്ചത്. സമാപന ചടങ്ങ് മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി മണ്ഡലത്തിൽ മുഹമ്മദ് മുഹസിൻ MLAയുടെ നേതൃത്വത്തിൽ SSLC, +1, +2 സയൻസ് വിഭാഗം വിദ്യാർത്ഥികൾക്കായി നടപ്പിലാക്കുന്ന വിദ്യാഭ്യാസ പദ്ധതിയായ ഫ്രീ എൻട്രൻസ് സെറ്റ് ശ്രദ്ധയുടെ ക്ലാസുകൾക്കാണ് സമാപനം കുറിച്ചത്. കഴിഞ്ഞ 2.5 മാസക്കാലമായി എല്ലാ ഞായറാഴ്ചകളിലും പട്ടാമ്പി കോളേജിൽ സംഘടിപ്പിച്ച സൗജന്യ മെഡിക്കൽ എൻട്രൻസ് ക്ലാസുകളിൽ ഏകദേശം 200ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തിരുന്നു. അവസാന ദിവസമായ കഴിഞ്ഞ ദിവസം മോഡൽ പരീക്ഷയിലും വിദ്യാർത്ഥികളുടെ സജീവ സാന്നിധ്യം രേഖപ്പെടുത്തി. പരീക്ഷയ്ക്ക് ശേഷം മുഹമ്മദ് മുഹസിൻ MLA വിദ്യാർത്ഥികളുമായി നേരിട്ട് സംവദിക്കുകയും ക്ലാസുകളുടെ പുരോഗതി വിലയിരുത്തുകയും ചെയ്തു. പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകളിലെ നോക്കുന്ന രീതിയിൽ ഒരു മോക്ക് ടെസ്റ്റുകളും മറ്റു കാര്യങ്ങളും ആക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്, അല്ലേ? അതായിരിക്കില്ലേ കുറച്ചും കൂടെ നന്നാവുക. ഒപ്പം തന്നെ ഓൺലൈനായിട്ട് ചെയ്യുകയാണെങ്കിലോ ബാക്കി ക്ലാസ്സുകൾ, അത്യാവശ്യം വേണ്ട ക്ലാസ്സുകൾ ഓൺലൈനായിട്ട് കൂടി ചെയ്യുകയാണെങ്കിൽ ബില്ലിംഗ് ആവും. നിങ്ങൾ റെഡിയാണോ? സാറ്റർഡേ സൺഡേസിൽ വേണമെങ്കിൽ കുറച്ച് സമയം നമുക്ക്, സാറ്റർഡേ അല്ല സൺഡേസിൽ അല്ലേ, ഓൺലൈനായിട്ട് കൂടി നമുക്കൊരു ഇത് നോക്കാം. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് റിവൈൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകാൻ കഴിയും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു എക്സാം അടുപ്പിച്ച് വേണമെങ്കിൽ കുറച്ച് ദിവസം വേണമെങ്കിൽ അല്ലാത്ത ലൈവ് ക്ലാസ്സുകൾ വേണമെങ്കിൽ അതും നമുക്ക് ചെയ്യാം. ഒപ്പം തന്നെ ഇപ്പോൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ മെറ്റീരിയൽസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ അത് പ്രൊവൈഡ് ചെയ്യാം. പിന്നെ എക്സാമിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ ആളുകളെ മെസോൺ തന്നെ ഏറ്റെടുക്കുക എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് റിസൾട്ട് വന്നാൽ അതിന്റെ അനുസരിച്ച് ചെയ്യും. പക്ഷെ മാർക്ക് കുറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല കേട്ടോ. കാരണം ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ മാർക്ക് കൂടണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങളൊന്നും നേരത്തെ എൻട്രൻസ് എഴുതി നോക്കിയവരല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇനിയും ഇംപ്രൂവ് ചെയ്യാനും. പക്ഷെ എനിക്ക് തോന്നുന്നു മാർക്കുകൾ അതാത് കുട്ടികൾക്ക് കിട്ടുകയാണെങ്കിലുള്ള ഒരു ഗുണം എന്താ വെച്ചാൽ നമ്മളെ ലെവൽ എവിടെയാണ്, എവിടെ നിന്നാണ് നമ്മൾ ഇംപ്രൂവ് ചെയ്യേണ്ടത് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അത് പോസിറ്റീവായിട്ട് എടുക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ആ രീതിയിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാം. എന്തായിരുന്നാലും എല്ലാവരും ഇനി എൻട്രൻസ് കിട്ടുന്നാൽ എല്ലാവരും അറ്റംപ്റ്റ് ചെയ്യണം. ക്ലാസുകൾ പഠനത്തിന് ഏറെ പ്രയോജനകരമായ അനുഭവമായിരുന്നുവെന്ന് വിദ്യാർത്ഥികളും അഭിപ്രായപ്പെട്ടു. സമാപന ചടങ്ങ് മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. ശ്രദ്ധ കൺവീനർ ആസിഫ് KP അധ്യക്ഷനായിരുന്നു. ശ്രദ്ധ കൗൺസിൽ അംഗം ഗിരീഷ്, മൈസോൺ ഗ്ലോബൽ ജനറൽ മാനേജർ K റിയാസ്, മൈസോൺ പട്ടാമ്പി ബ്രാഞ്ച് ഹെഡ് ജംഷി, ശ്രദ്ധ കോർഡിനേറ്റർ മുഹമ്മദ് റഫീഖ് M, ശ്രദ്ധ കൗൺസിൽ അംഗം ഹാഷിബ് P തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു.